രുദ്രയ്ക്ക് എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ, അതായത് എവിടെയെങ്കിലും ഒരുങ്ങി പോകുമ്പോ ഈ ഡ്രസ്സ് ഇടണ്ട മോളെ, ഇതിങ്ങനെയാണ് ആൾക്കാർ അത് പറയും, കുറച്ച് മറ്റേ ഡ്രസ്സ് ഇട്, അങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് അമ്മ പറയാറുണ്ടോ? അങ്ങനെ അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല, എന്നാലും റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. എന്തൊക്കെയാണ് പറയാറ് അമ്മ, പറയൂ. ഇല്ല, അത് ഇപ്പോ നാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ചില ഡ്രസ്സ് ഇടുമ്പോ പറയാറുണ്ട്, ഇത് വേണ്ട, അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് എന്നെ കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അമ്മ എടുത്ത് ചോദിക്കാം, അപ്പൊ അമ്മയ്ക്ക് ശരിക്കും അത് കാണുമ്പോ ഇഷ്ടമാണ്, മോൾക്ക് നന്നായി ചേരുന്നുണ്ട്, അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ട്. നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു മൈൻഡിൽ എപ്പോഴും ആ ഒരു ബ്ലോക്ക് ഇപ്പോഴും ഉണ്ടോ? എന്താ വെച്ചാ ഇപ്പൊ സാസുന്റെ അമ്മ എന്നെ പറഞ്ഞില്ലേ, എന്താ മറ്റവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ആ ഒരു തോട്ടാണ്. കാരണം നമ്മുടെ മകളെ കുറിച്ച് ആരും ഒന്നും പറയരുത്. അത് നമുക്കല്ല, ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്റെ മോളെ കുറിച്ച് ആരും ചീത്തത് പറയരുത്, നല്ലത് പറയണം. അപ്പൊ പ്രത്യേകിച്ച് എന്താ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ പറയും, ഇതെന്ത് വേഷം ഇട്ടിരിക്കുന്നു, ഇവള് കാണുന്നില്ല ഇതൊന്നും, ഇവളുടെ കണ്ണ് എവിടെയാ നോക്കിയാ ചോദിക്കുക. അത് കേൾക്കുമ്പോ നമ്മളെയാണ് അവര് കുറ്റപ്പെടുത്തുന്നത്. കാരണം നമുക്ക് നമ്മുടെ മകള് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം, നാട്ടുകാരും വീട്ടുകാരും ചിലപ്പോ. എങ്ങനെയാണ് ശ്വേതാജി, അതിനെങ്ങനെയാണ് ഈ അമ്മമാർക്കൊരു ധൈര്യം? അല്ലല്ല, എനിക്ക് ഒരു ഓർമ്മ വന്നത്, ഞാൻ ജനിച്ചും വളർന്ന് കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഈ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ നാട്ടുംപുറമായിരുന്നു, പാടം, മറ്റേ വരമ്പ്, ഇതൊക്കെ നടന്നു പോലെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാനെല്ലാം ഷോർട്ട് ടോപ്പും ടാങ്ക് ടോപ്സും അതൊക്കെ ഇട്ട സ്റ്റൈലിലാണ് വരാറുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛന് ഈ നമ്മൾ ചെന്നൈ വരെ ഫ്ലൈറ്റിൽ വരും, കേരളത്തിൽ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഇവിടെ വരും, തിരൂർ ഇറങ്ങുമ്പോൾ ഈ തിരൂർ എത്താറാവുമ്പോൾ എൻ്റെ ഡ്രസ്സ് മാറും. അറിയാതെ, ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു കൊണ്ടുപോകും എന്നെ. നമ്മൾ ആ ഫസ്റ്റ് ക്ലാസ്സിലുണ്ടാവുക, കമ്പാർട്ട്മെൻറ്റ് കയറ്റി ആ ഷോർട്സ് ഇങ്ങനെ മെല്ലെ 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 ഒരു പാൻറ്റായി മാറും. ടീഷർട്ട് സ്ലീവ്ലെസ് ഇങ്ങനെ മെല്ലെ 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 ഇവിടെ ഇങ്ങനെ ഫുൾ സ്ലീവ് ആവും. പിന്നെ മുടി തുറന്ന് പാറിങ്ങനെ കിടക്കണം, അതെല്ലാം ഫുള്ള് 2 ബോണ്ടേ ആവും. അങ്ങനെ ഇതാവും. അപ്പോൾ ഞാൻ ഇത് ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളത് അറിയാതെ ആയിപ്പോവും. പിന്നെ കുറച്ച് വലുതായപ്പോൾ ഞാൻ നോ എനിക്കിത് വേണ്ട, എനിക്ക് അതിലാണ് കംഫർട്ടബിൾ, ചെറിയ ഷോർട്സിലാണ് കംഫർട്ടബിൾ. അപ്പോൾ അച്ഛന് ഈ നെഗറ്റീവ് ആവാതെ ഇരിക്കാൻ വേണ്ടി അച്ഛന് പറഞ്ഞു തരാണ്ടായിരുന്നു, അതേ നമ്മൾ ഈ നാട്ടും പുറത്ത് റോഡില്ല, അപ്പം നടന്നു പോകുമ്പോൾ കുറേ അപ്പം ഷോർട്സിൽ ഇടുമ്പോൾ വീണ് പോയാലോ, അപ്പം നമുക്ക് ഉവ്വ ആവില്ലേ, അപ്പോൾ ഉവ്വ ആയാൽ പിന്നെ കരയില്ലേ, അപ്പോൾ പിന്നെ അമ്മുക്കുട്ടീന് വെറുതെ വേദനയാവില്ലേ. അപ്പോൾ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാലേ ആ ഉവ്വ ആവില്ല. അപ്പോൾ മെല്ലെ മെല്ലെ അങ്ങനെ. അപ്പോൾ ഇത് കുറച്ചും കൂടി വലുതായപ്പോൾ ഒരു 13-14 വയസ്സായപ്പോൾ ഞാൻ എന്നെ ഈ തിരൂർ സ്റ്റേഷൻ എത്തുമ്പോൾ ഞാൻ എന്നെ പാൻറ്റ് ഇടും, ഞാൻ എന്നെ കവറാവും വീഴാതെ ഇരിക്കാൻ വേണ്ടി. പിന്നെയല്ലേ മനസ്സിലായത് സൈക്കോളജിക്കലി എൻ്റെ അച്ഛൻ എന്നെ കളിപ്പിച്ചതാണ്. അത് കറക്റ്റാണ്, നാട്ടുമ്പുറത്തെ ആൾക്കാർ എന്ത് പറയും എന്നുള്ള ഒരു അറിയാതെ. പിന്നെ അച്ഛൻ അത് നെഗറ്റീവായിട്ട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ, ഇപ്പം ഞാൻ ബോംബെയിലുള്ള എൻ്റെ ഡ്രസ്സിങ് സെൻസേ അല്ല, ഞാൻ നാട്ടിൽ കൊച്ചിൻ ഫ്ലൈറ്റ് പിടിച്ചാൽ ഞാൻ സാധാ സിമ്പിൾ ഗേൾ, അല്ലെങ്കിൽ വേറെ. നമ്മൾ നാട്ടുംപുറത്ത് പോകുമ്പോൾ അപ്പോൾ ദിവ്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങണത്, അതുകൊണ്ടാണ്. അതും നല്ല കാഴ്ചപ്പാട്. പക്ഷേ ഒരാൾ പറഞ്ഞിട്ട് നമ്മളുടെ ഇത് മാറ്റരുത് എന്നാണ്. അത് എനിക്ക് സിഞ്ചുവിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു. എന്തിനാണ് ആരോ പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടീൻ്റെ ഡ്രസ്സിങ് സെൻസ് മാറ്റണം. ദാറ്റ്സ് എ ഗുഡ് വേ, ദാറ്റ്സ് എ ഗുഡ് തിങ്.